രാജ്യം 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ നിൽക്കുമ്പോൾ മോദിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇപ്പോഴിതാ ഇന്ത്യയ്ക്ക് വമ്പൻ അവസരങ്ങളാണ് വെച്ചുനീട്ടുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് സമ്മാനമായി 2030ഓടെ ഫ്രാൻസിൽ 30,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം നൽകുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായിട്ടായിരുന്നു അദ്ദേഹം മോദിയുടെ ക്ഷണമനുസരിച്ച് ഇന്ത്യയിലെത്തിയത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയും ഫ്രാൻസുമായുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുകയാണ്. മാത്രമല്ല, ഇന്ത്യ പസഫിക് മേഖലയിലെ പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്നും ഇന്ത്യയും ഫ്രാൻസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അഭിലാഷ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എന്നുമാണ് മാക്രോൺ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവർക്കും ഫ്രഞ്ച്, മെച്ചപ്പെട്ട ഭാവിക്ക് ഫ്രഞ്ച്. ഈ പദ്ധതിക്ക് കീഴിൽ പൊതുവിദ്യാലയങ്ങളിൽ ഫ്രഞ്ച് പഠിക്കുന്നതിനും ഫ്രഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായുള്ള പുതിയ പദ്ധതിയാണ് ഇതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഫ്രഞ്ച് പഠിക്കുന്നതിനായി ഫ്രാഞ്ചൈസികൾ ആരംഭിക്കും. ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്പെടും. കുട്ടികൾക്ക് ഫ്രാൻസിലെ വിവിധ സർവകലാശാലകളിൽ ചേരാൻ അന്താരാഷ്ട്ര ക്ലാസുകൾ സഹായിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഫ്രാൻസിൽ പഠിച്ചിട്ടുള്ള മുൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കും. മടങ്ങിവരവ് ലളിതമാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. 2025ഓടെ 20,000 പ്രതിഭാധനരായ ഇന്ത്യൻ വിദ്യാർത്ഥികളും 2030ഓടെ 30,000 വിദ്യാർത്ഥികളെയും ഫ്രാൻസിൽ എത്തിക്കുന്നതാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ പഠിക്കുന്നത് എളുപ്പമാക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ ഫ്രഞ്ച് സർക്കാർ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2018 ഫ്രാൻസിൽ പഠിക്കാൻ താൽപര്യമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ക്യാമ്പസ് ഫ്രാൻസ് എന്ന പേരിൽ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ ഫ്രാൻസിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 20% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ ഫ്രാഞ്ചൈസികളുടെയും അന്താരാഷ്ട്ര ക്ലാസുകളുടെയും സഹകരണത്തോടെ പുതിയ കേന്ദ്രങ്ങൾ രാജ്യത്ത് വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഫ്രഞ്ച് പ്രസിഡന്റ് വിശദീകരിച്ചു. ഫ്രാൻസിലെ ഇന്ത്യൻ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വിസ നടപടിക്രമങ്ങൾ സുഗമമാക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഫ്രാൻസിലേക്ക് വരിക എന്നതിന് മികവ് തേടൽ എന്ന അർത്ഥം കൂടിയുണ്ട്. ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ പൊതു സ്കൂളുകളിൽ പ്രത്യേക സംവിധാനം ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ഫ്രഞ്ച് ഭാഷ, മികച്ച ഭാവിക്ക് ഫ്രഞ്ച് ഭാഷ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസം നൽകാനാണ് ഫ്രാൻസ് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ച് ഭാഷ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ സർവകലാശാലകളിലേക്ക് വരാം. നേരത്തെ ഫ്രാൻസിൽ പഠിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ നടപടികൾ സുഗമമാക്കും. ക്യൂഎസ് റാങ്കിംഗുള്ള 35 യൂണിവേഴ്സിറ്റികൾ രാജ്യത്തുണ്ട്. 15 യൂണിവേഴ്സിറ്റികൾ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇന്ത്യക്കും ഫ്രാൻസിനും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളൊപ്പമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ കൂട്ടിച്ചേർത്തത്. ഇന്ത്യയിലെ ഫ്രഞ്ച് എംബസി കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി 5 വർഷത്തെ ഹ്രസ്വകാല ഷെങ്കൻ വിസ ഉൾപ്പെടെ നിരവധി നടപടികൾ ആവിഷ്കരിച്ചിരുന്നു. ഏതെങ്കിലും 180 ദിവസത്തെ കാലയളവിൽ 90 ദിവസത്തിൽ കൂടാതെ ദൈർഘ്യമുള്ള ഹ്രസ്വവും താൽക്കാലികവുമായ താമസത്തിനോ അല്ലെങ്കിൽ ഷെങ്കൻ ഭാഗങ്ങളിലൂടെയുള്ള യാത്രയ്ക്കോ വേണ്ടിയാണ് ഷെങ്കൻ വിസ തന്നെ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിൽ എത്തിയെങ്കിലും വൻ അവസരങ്ങളാണ് ഇന്ത്യക്ക് നേരെ വെച്ച് നീട്ടിയിരിക്കുന്നത്. ഇതോടെ തന്നെ ഇന്ത്യയും ഫ്രാൻസുമായുള്ള ബന്ധമൊക്കെ തന്നെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇത്തരം പദ്ധതികൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 30,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 2030ഓടെയാണ് ഫ്രാൻസിൽ ഉന്നത പഠനത്തിന് അവസരം ഒരുക്കുന്നത്. അതിമോഹമാണെന്നറിയാം, എന്നാൽ അത് യാഥാർത്ഥ്യമാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ തന്നെ ഫ്രാഞ്ചൈസികളൊക്കെ തന്നെയും അന്താരാഷ്ട്ര ക്ലാസുകളുടെ സഹകരണത്തോടെ തന്നെ പുതിയ കേന്ദ്രങ്ങൾ രാജ്യത്ത് വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഫ്രാൻസിലെ ഇന്ത്യൻ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വിസ നടപടിക്രമങ്ങൾ സുഗമമാക്കുമെന്ന വിവരങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.